ഓക്കെ ഗായ്സ്, അപ്പം ഗൈസ് എന്തായാലും നമ്മളെന്തായാലും ഗൈസ് എന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് എന്തായാലും വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലും എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആകത്തുള്ളൂ. പിന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലാണ് ഒരു കിടിലനായിട്ടുള്ള ഒരു ഏതാണ് അപ്ഗ്രേഡ് വീഡിയോ ആയിട്ട് നമ്മളങ്ങനെ വന്നേക്കാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ഏതാണ് ഒരു കിടിലനായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ചെയ്യണ ഒരു വീഡിയോ ആയിരുന്നു. നമ്മളാണ് പോലീസ് സ്റ്റേഷനുകളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വണ്ടി എടുക്കണം. നമ്മളങ്ങനെ ഫോർച്യൂണറാണ് എടുത്തേക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഫോർച്യൂണർ ലെജൻഡറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ ഈ ഒരു തട്ടില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോർച്യൂണർ ലെജൻഡറും കൊണ്ട് നേരെ എന്തായാലും കേസ് എന്തായാലും നമ്മുടെ എന്ത് സാധനമാണ് അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ഇനി എന്താ അപ്ഗ്രേഡ് ചെയ്യാം ഒക്കെ നോക്കട്ടെ. റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യണ്ട, അതൊന്ന് പിന്നാലെ അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ പഴയ വീടില്ല അത് കിടക്കുകയാണ്. ഓക്കെ, അതൊന്ന് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പഴയ ഒരു വീടുണ്ടല്ലോ നമുക്ക്, ഈ വീട് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്തൊന്ന് എടുക്കണം. ഓക്കെ, ഇത് നല്ലൊരു കിടിലൻ വീടാണ്. ഓക്കെ, ഈ ഫോർച്യൂണർ ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഈ വീടിനൊന്ന് അപ്ഗ്രേഡ് ചെയ്തൊന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്തായാലും ഞാൻ എന്തായാലും വിളിക്കാനായിട്ട് എന്തായാലും പോകണമെന്ന് വെച്ചാൽ നമ്മുടെ വലിയ മതിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം W2 കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മതിലിൻ്റെ ആ ഒരു കോഡും കാര്യങ്ങളൊക്കെ. അപ്പം കഞ്ചാറിന് അടുപ്പിച്ച് പോകണം. ഓക്കെ ഓക്കെ, W2 കുറച്ച് നീങ്ങിക്കട്ടെ. W2 അടിച്ച് ഒന്നുമില്ല, ഞാൻ അറിയാതെ കോമയായിട്ട് എൻ്റെ അടുത്ത് കോമേനെന്താ കുത്തു പോലത്തെ സാധനമായിട്ട്. ഓക്കെ ഓക്കെ, W2 വന്ന് ഇനി നമുക്ക് മോഡ് ഓൺ ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നീക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും മോഡ് ഞങ്ങൾക്ക് ഓണാക്കി. ഇതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. UI ഓൺ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും നേരെ കാണാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നോക്കിയൊരു മതിലിനെ ഞാനൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നേരെ എന്തായാലും നമുക്കിങ്ങനെ നടന്ന് നേരെ എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തായാലും ഈ മതിലിനെ എടുത്ത് നേരെ ഇങ്ങനെ തിരിച്ച് നേരെ അതിൻ്റെ അടുത്തുകൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത മതിലും കാര്യങ്ങളൊക്കെ ഇതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു മതിലും കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ നീക്കിക്കൊണ്ട് നേരെ എന്തായാലും നമുക്ക് മറ്റേ ഒരു മതിലിൻ്റെ അടുത്ത് എന്തായാലും കൊണ്ടാക്കി. ഓക്കെ, എന്നാലേ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഞാൻ എന്തായാലും ഇതിനെ എന്തായാലും നേരെ എടുത്ത് എന്തായാലും ഇവിടെ വയ്ക്കുകയാണ്. ഓക്കെ, ചേർക്ക്. ഓക്കെ ഓക്കെ, അങ്ങനെ അതും കൂടെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മതിലാണ്. ഈ ഒരു മതിൽ നമുക്ക് എടുത്തിങ്ങനെ നേരെ എന്തായാലും ഇതിൻ്റെ അടുത്ത് എന്തായാലും കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഈ ഒരു സംഭവത്തിൻ്റെ ഇവിടെ എന്തായാലും ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. ഓക്കെ, കറക്റ്റായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കട്ടെ. ഓക്കെ, ഞാൻ അതെന്തായാലും വച്ചിട്ടുണ്ട്. ഇനി അടുത്ത വാളിനെ എല്ലാം എടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, കണ്ടിടല്ലോ. ഓക്കെ, നമ്മളെന്തായാലും അടുത്ത വാളിനടുത്ത് എന്തായാലും നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഈ വാള് ഭയങ്കര ചെറുതായിട്ടല്ലേ, ചെറുതായില്ല താഴ്ന്ന വയസ്സാണ് ചേർത്ത് വയ്ക്കാണ്. ഓക്കെ, ഈ ഒരു
നമുക്കിതിനെ ഇങ്ങനെ എടുത്ത് നേരെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു വാളിനെയും കൂടെ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ചേർത്ത് ഓക്കെ. ഇതൊന്നും എടുക്കാൻ പറ്റാത്ത ഓക്കെ. നമുക്ക് ക്യാമറ ആംഗിൾ വെച്ച് കറക്റ്റായിട്ട് വെച്ച് ഇതിനെ ചേർത്ത് ഇപ്പം നേരെ എന്തായാലും ഇവിടെ ഓക്കെ. ഞാൻ അങ്ങനെ അതും കൂടെ വച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു സൈഡിലൊരു വാളായി. ഇനി നമുക്ക് 2-3 കൂടെ സ്പോൺ ചെയ്യണം ഓക്കെ. W2 ഓക്കെ. ഞാൻ 2 കൂടെ സ്പോൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എടുക്കാം ഓക്കെ. ഇങ്ങനെ എടുത്തിട്ട് നേരെ എന്തായാലും ഈ ഒരു മതിലിൻ്റെ ഈ ഒരു എൻഡില്ലേ, ഈ ഒരു എൻഡിൽ അങ്ങനെ ചേർത്ത് ഓക്കെ. കറക്റ്റായിട്ട് വേണം വയ്ക്കുക, അല്ലെങ്കിൽ സാധനം ഭംഗിയാണല്ലോ ഓക്കെ. ഞാൻ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും ഞങ്ങളൊക്കെ വയ്ക്കാം ഓക്കെ. ഞാൻ അങ്ങനെ അടുത്ത പീസും ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ വളർച്ചിട്ട് നമുക്ക് നേരെ എന്തായാലും അവിടെ കൊണ്ടേ വയ്ക്കാം ഓക്കെ. ക്യാമറ ആംഗിളും തിരികെട്ട് ഇതെടുക്കാൻ പറ്റാത്തതുണ്ട് ഓക്കെ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ അറ്റത്തുണ്ട് ഇങ്ങനെ ചേർത്തന്നെ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് ഓക്കെ. സെറ്റ് ഓക്കെ. ഞാൻ അങ്ങനെ അത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പണിങ് ഇതാണുണ്ടല്ലേ, അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിങ്ങനെ ഇരിക്കട്ട്, നമുക്ക് ഇവിടെ ആയിട്ടൊരു പട്ടിക്കൂട് വെക്കാം ഓക്കെ. ഞാനായിട്ട് ഇവിടെ ആയിട്ടൊരു പട്ടിക്കൂട് വെക്കാമെന്ന് വിചാരിക്കാം എനിക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ W3 സ്പോൺ ചെയ്യാം ഓക്കെ. നമ്മൾ മറ്റേ നെറ്റ് പോലത്തെ ഒരു പട്ടിക്കൂട് സെറ്റ് ആക്കാം. പട്ടിക്കൂട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും പട്ടിക്കൂടാണ് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പട്ടിക്കൂട് വയ്ക്കാം. പട്ടി എന്നിട്ടങ്ങ് അതിൻ്റെ അത് കയറ്റി വയ്ക്കാം പിന്നെ വയ്ക്കാം ഓക്കെ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് എടുക്കാം, ഇങ്ങനെ എടുക്കാം, തിരിച്ച് വയ്ക്കാം. ഇതാണ് നമ്മുടെ പട്ടിക്കൂട് ഓക്കെ. പട്ടീനെ നമുക്ക് പിന്നെ എൻ്റെ അതിന് ഇടണം ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ പട്ടിക്കൂട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ അതിന് പട്ടി ഇടണം ഓക്കെ. കുറച്ചുകൂടെ സൈഡിലോട്ട് കയറ്റിയിട്ട് തീരെ അങ്ങ് വെളിയിലായിരിക്കും ഓക്കെ. ഞാനങ്ങനെ അതും കൂടെ വച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്ന് കുഴപ്പമില്ല, അതൊന്നും ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ. ഞാൻ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. അപ്പം കൊള്ളാം. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു സ്വിമ്മിങ് പൂള് ചേഞ്ച് ചെയ്യണമെന്നൊരു ആലോചനയിലാണ് ഞാൻ. അതിനായിട്ട് ഞാൻ എന്തായാലും നമ്മുടെ പ്രോപ്സ് എന്തായാലും വിളിക്കണം. എന്തായാലും പ്രോപ്പ് 17 വിളിക്കാനൊക്കെ. അതാണ് പ്രോപ്പ് 17 ഇതേപോലെ അല്ലേ ഇരിക്കണം. പിന്നെ താത്തണമെങ്കിൽ നമുക്ക് അതിനെ മണ്ടയ്ക്ക് സ്വിമ്മിങ് പൂൾ ഇടയിലായിട്ട് ഓക്കെ. അതങ്ങനെ താന്ന് പക്ഷേ തീരെ താന്നൊക്കെ. അങ്ങനെ ആ പ്രോപ്പിനെ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ വലിച്ച് നേരെ നമുക്ക് കറക്റ്റാക്കി നമുക്ക് എന്തായാലും ആ ഒരു സ്വിമ്മിങ് പൂളിൻ്റെ ആ ഒരു മണ്ടയില്ലേ അവിടെ ആയിട്ട് നമുക്ക് വയ്ക്കാം. പക്ഷെ ഇതെന്താണ് പൊക്ക് ഓക്കെ. അതെടുത്ത് ഓക്കെ. ഇത്രയും വലിപ്പം വേണം നമുക്ക്. ഇതിനെ ഇങ്ങനെ എടുത്ത് നേരെ നമുക്ക് എന്തായാലും ഒരു അറ്റത്ത് എന്തായാലും വയ്ക്കാം ഓക്കെ. ഞാനങ്ങനെ അതങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ. അത് വെച്ചപ്പോൾ ഇവിടുത്തെ ആ ഒരു
ചെറിയ എന്തൊരു ഓട്ട പോലെയൊക്കെ ഉണ്ടായിരുന്നില്ല, അത് റെഡിയായി. ഇച്ചിരി കൂടെ താത്താൻ പറ്റില്ല. താത്തിയ സ്വിമ്മിങ് പൂൾ വരുമല്ലേ, സ്വിമ്മിങ് പൂള് വേണ്ട ഇടയ്ക്ക്. ഓക്കെ മതി. സെറ്റ്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പാണ് ചെറിയൊരു പ്രശ്നം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ചെറിയൊരു ഗ്യാപ്പുണ്ട്. കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുത്തൊന്ന് ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ. ഓക്കെ, ഞാൻ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കാര്യം ചെയ്തിട്ട് നമുക്ക് ഞാൻ നീക്കി നമുക്കെന്തായാലും നമ്മുടെ ക്യാമറ ആംഗിളൊന്ന് നീക്കി ഇത് എൻ്റെ അകത്തായി പോലും കാണിക്കും. ഞാൻ ഇങ്ങനെ നീക്കി ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാകുമ്പോൾ ആ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പേ വരത്തുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ അതിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഫ്രണ്ട് ഏകദേശം ഓക്കെ അല്ലേ? ഫ്രണ്ട് ഓക്കെ. ഇനി നമുക്കിവിടെ കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മരങ്ങൾ വയ്ക്കാനായിട്ട് പോകണം. ഓക്കെ, ഞാൻ അങ്ങനെ എടുക്കാനായിട്ട് വേണം. നമ്മുടെ T5 ആണ്. ഓക്കെ, മരത്തിന് മഞ്ഞുണ്ട്, മര മഞ്ഞ് കയറുക. ഓക്കെ, ഞാൻ ഇവിടെ മരത്തിനെ ഞങ്ങളെ വെച്ചോണ്ടിരിക്കാം. ഓക്കെ, അയ്യോ സാധനം കറങ്ങി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ ഓള് തന്നെ മൊത്തത്തിൽ അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ അതങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇനി ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്കിതിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മളെന്തായാലും സാധനത്തിനെ ഒന്ന് വലിച്ചിങ്ങനെ എടുക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെ അതിനെ അങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതങ്ങനെ അത് അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനി നമുക്കിവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, അതാണ് വേറൊരു സംഭവം. ഞാനായിട്ട് ഇവിടെ നിന്ന് എന്തായാലും മരത്തിനെ വിളിക്കണം. ഈ താഴത്തെ സംഭവം ഇച്ചിരി സീനാണ്. ഓക്കെ, എന്തായാലും മരത്തിനെ ഞാനൊക്കെ സ്പോൺ ചെയ്യാം. ഇപ്പം T5 ആണ്. ഓക്കെ, അങ്ങനെ ഒരു മരത്തിനെ സ്പോൺ ചെയ്ത് ഇനി വേറെ കുറച്ചുകൂടെ മരങ്ങളെ സ്പോൺ ചെയ്യാം. ഞാൻ അടുത്ത T5 വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സ്പോൺ ഇതൊക്കെ എവിടെയാണോ അതോ സ്പോണായത്? ഓക്കെ, അതിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ 5-6 മരത്തിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഒറ്റത്തില്ല, ഇതിലാണ് ഒന്നുകൂടെ. ഇത് ഇവിടെയൊക്കെ ഇവിടെ നമ്മൾ സ്പോൺ ചെയ്ത മരങ്ങൾ ഇതിലുണ്ടല്ലേ. നമുക്ക് ഇവിടെ ആയിട്ട് ഒരെണ്ണം വയ്ക്കാം. ആ വാള നീങ്ങിപ്പോയാ ചെറുതായിട്ട് നമ്മളത് മാറ്റിയപ്പോൾ ഈ വാള മാറ്റി. കുഴപ്പമില്ല, നമുക്കതിനെ പതുക്കെ ഇങ്ങനെ എടുക്കാം. നേരെ ആ ഒരു ഗ്യാപ്പ് ഞങ്ങളൊക്കെ അടയ്ക്കാം. ഓക്കെ ഓക്കെ, ഇത് സെറ്റായി. ഫ്രണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഹോംബോ ഒരു വലിയ ഒരു സ്വിമ്മിങ് പൂൾ ഒരു ചെറിയൊരു കുഴപ്പമില്ല, അതങ്ങനെ മാറ്റി. ഇനി ഇവിടെ ഇങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടല്ലേ, ഇവിടെ നമുക്ക് കാര്യം ചെയ്യാം, മൊത്തം മരങ്ങളങ്ങ് നട്ടുപിടിപ്പിക്കും. ഓക്കെ, ഫുള്ള് കുത്തി നിറച്ച് മരങ്ങൾ. ഓക്കെ, T5 ആണ്. ഓക്കെ, നമുക്ക് ഇതിനടുത്ത് നമുക്ക് നേരെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഇവിടെ നിന്ന് ഇതിനെടുക്കാം. പറയാനായിട്ടെന്ത് പാടല്ലേ. ഓക്കെ, ഇനി നമുക്ക് നൈസായിട്ട് ഇതിനെ കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തായാലും എടുക്കാം. ഈ ക്യാമറ എന്ത് പതുക്കെ നമുക്ക് ഇതിനെടുത്ത് ഇങ്ങനെ നീക്കി നമുക്ക് ഈ മരത്തിന് നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി മരം ആകാശത്തിങ്ങനെ അങ്ങനെ താഴെ
അടുത്തത് ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്തതിനെ എടുത്തിട്ട് ഇവിടെ ഓക്കെ ഓക്കെ അതിനെ വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ മതി. ഓക്കെ നമുക്ക് ഇതിനെയും കൂടെ അങ്ങ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു അറ്റത്തായിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനെ വെച്ചിട്ടുണ്ട്. നല്ല ഒരു മിനിറ്റ്, ഇതിങ്ങനെ നീങ്ങിപ്പോയ അത് നീങ്ങിപ്പോയി ഗൈസ്, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഓക്കെ, നമ്മളിവിടെയാണ് വണ്ടി ഇടുന്നത്. ഓക്കെ, നമുക്കിനി പതുക്കെ എൻ്റെ അടുത്ത് അതിനെ ചേർത്ത് എന്തായാലും ഓക്കെ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 1 ഞാനൊക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പാർട്ട് 2 ഞാനൊക്കെ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ.